ആരെങ്കിലും UNMOGIP എന്ന സംഘടനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? UN ബേസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്, അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടനയാണ്. ശരിക്കും പറഞ്ഞത് ഇന്ത്യക്കും പാകിസ്ഥാനും വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടന. എന്നാൽ ഈ സംഘടന ഇപ്പോൾ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയിരിക്കുകയാണ് മോദിജി. അപ്പൊ എന്താണ് ഈ സംഘടന? എന്തുകൊണ്ടാണ് ഇപ്പൊ ഇവരെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയത്? അത് ചെയ്യേണ്ടതായിരുന്നോ? ഇതിനെയൊക്കെ കുറിച്ചാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസിന്റെ കാര്യം മറക്കണ്ട. ഞാൻ എന്റെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും എല്ലാം വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക, അല്ലാത്തവര് ഈ വീഡിയോസ് കാണുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം വ്യൂസ് കയറി വന്നാലും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഓൾമോസ്റ്റ് സോൾവ് ആയി കിട്ടും. ഇപ്പോൾ കാണുന്നതിലും ഗംഭീരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനും പറ്റും. അതുപോലെ തന്നെ പബ്ലിക് ഒപ്പീനിയനിൽ പരസ്യം ചെയ്യാൻ താല്പര്യമുള്ളവരും ഈ നമ്പറിലേക്ക് എന്നെ കോൺടാക്ട് ചെയ്യുക. ദയവേത് കോൾ വിളിക്കരുത്, വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അതുപോലെ അല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ കമന്റ് ഇട്ടാലും മതി, അങ്ങോട്ടേക്ക് തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. 1000 മുതലുള്ള പാക്കേജുകളാണ് നമുക്കുള്ളത്. അതിലും ഏറ്റവും 1000 താഴെ 999 ഒരു റേഞ്ചിൽ വരുന്ന അവിടെ തൊട്ടാണ് നമ്മുടെ പാക്കേജ് തുടങ്ങുന്നത്. അപ്പോ ആ കാര്യങ്ങൾ ആരും മറക്കാതിരിക്കുക. ബാക്ക് ടു ദ ടോപ്പിക്. അപ്പൊ ഞാൻ പറഞ്ഞ ഈ സംഘടന UNMOGIP. ഇപ്പൊ ഫസ്റ്റിൽ തന്നെ UN എന്നുള്ളപ്പോഴത്തേക്ക് നമുക്ക് തോന്നുമല്ലോ ഐക്യരാഷ്ട്ര സംഘടനയുടെ എന്തോ സംഗതിയാണ്. അതെ, ഐക്യരാഷ്ട്ര സംഘടനയിലെ തന്നെ സൈനിക നിരീക്ഷകരുടെ ഒരു ഗ്രൂപ്പാണ് ഇത്. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ രാജ്യങ്ങൾക്ക് തമ്മിലുള്ള അതിർത്തി പ്രശ്നങ്ങൾ, യുദ്ധങ്ങൾ പോലുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്നത് സമാധാനം ഇങ്ങനെ പാലിപ്പിക്കപ്പെടാൻ വേണ്ടി എല്ലാ രാജ്യങ്ങളുടെയും ഇടക്ക് നിന്ന് അടങ്ങ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഇതാണല്ലോ, ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞാണ് കേട്ടോ. അപ്പോ അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിക്കപ്പെട്ടപ്പോൾ കശ്മീരിന്റെ പേരിൽ യുദ്ധമുണ്ടായി. ആ സമയത്ത് വന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ UNMOGIPയിലെ അംഗങ്ങൾ. ഏകദേശം 40 പേര് ഇവിടെ വരെ ഈ സമയം വരെ ഇന്ത്യയിലുണ്ട്. ഇവരുടെ ജോലി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ഭീകര പ്രവർത്തനങ്ങൾ, അതുപോലെ ആക്രമണങ്ങൾ, യുദ്ധം, ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് നിരീക്ഷിച്ച് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇവര് ഡീറ്റെയിൽ കൊടുക്കുമ്പോഴത്തേക്ക് ഇവര് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും കൊടുക്കണം. GIP എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇന്ത്യ ഉണ്ട്, പാകിസ്ഥാനും ഉണ്ട്. രണ്ടിന്റെയും ഇവർ തന്നെയാണ് നോക്കുന്നത്. ഇവരെവിടെ നിന്നിട്ട് കശ്മീരിൽ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്, അതുപോലെ വെടിനിർത്തൽ കരാറുണ്ടാക്കുക, അത് പാലിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക, ഭീകര പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ നോക്കുക, ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ ആരാണ് ആദ്യം തുടങ്ങി വെച്ചത്, ആരുടെ ഭാഗത്താണ് ഡാമേജ്, ആരാണ് അനീതി പ്രവർത്തിച്ചത്, ഇതൊക്കെ നോക്കിയിട്ട് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ചുമതല. ഒബ്വിയസ്ലി ഈ സെറ്റപ്പ് ഒക്കെ ആക്കി വെച്ചത് നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നെഹ്റു ആണ്. ഏകദേശം 1971 ഒക്കെ ആയപ്പോഴത്തേക്ക് ഈ സംഘടനയെ പിരിച്ചുവിടാനായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം വന്നതെന്ന് വെച്ചാൽ ഇന്നേ വരെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം ഉണ്ടാകുമ്പോഴോ യുദ്ധം ഉണ്ടാകുമ്പോഴോ ഒക്കെ ഇവര് ഇന്ത്യക്ക് അനുകൂലമായിട്ട് ഒരു റിപ്പോർട്ട് ഐക്യരാഷ്ട്ര സഭയിലേക്ക് കൊടുത്തിട്ടേ ഇല്ല. എന്നാൽ ഇവർ താമസിക്കുന്നത് ഇന്ത്യയിലാണ്. ഇവർ മാത്രമല്ല, ഇവരുടെ ഫാമിലി ഫുൾ ഇവിടെയാണ്. ഇവരുടെ അക്കോമഡേഷൻ, അതുപോലെ വാഹന ചെലവുകൾ, ചികിത്സാ ചെലവുകൾ, കുട്ടികളുടെ പഠിത്തം മുതൽ എല്ലാം ഇന്ത്യൻ സർക്കാരാണ് ചെലവ് വഹിക്കുന്നത്. ഇവര് UN അവിടുത്തെ ആൾക്കാരാന്ന് വിചാരിക്കണം, അവിടുത്തെ പൗരന്മാരൊന്നുമല്ല. അവര് ഈ പറയുന്ന സംഘടനയുടെ പേരിൽ ഇവിടെ വന്ന് ഈ ജോലിക്ക് നിൽക്കുമ്പോൾ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചിട്ട് പാകിസ്ഥാന്റെ ഭീകരന്മാരുമായിട്ട് യാതൊരു ബന്ധമില്ല, പാകിസ്ഥാന്റെ ഭീകരാക്രമണത്തിന് തെളിവുകളില്ല, ഇതാണ് ഇവർ സ്ഥിരം കൊടുക്കുന്ന റിപ്പോർട്ട്. എന്നാൽ ഇന്ത്യക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് താനും. പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘിച്ചാൽ അതൊരു വലിയ പ്രശ്നമല്ല, പക്ഷെ ഇവിടെ നിന്ന് അത് ചെയ്തു കഴിഞ്ഞാൽ അത് പ്രശ്നമായി എന്ന രീതിയിലായിരുന്നു. എന്തായാലും നമ്മുടെ മോദിജി എക്സാക്ട് കഴുത്തിന് പിടിച്ച് പുറത്താക്കിയിരിക്കുകയാണ് ഈ വിരുദ്ധന്മാരെ. ഇപ്പൊ ഈ പഹൽഗാം ആക്രമണം കൂടി വന്നതിന് ശേഷം ഇനി നമ്മൾ ഒന്നും നോക്കുന്നില്ല എന്ന രീതിയിൽ തന്നെയാണല്ലോ മോദി നടപടി എടുക്കുന്നത്. മോദിയാണോ നടപടി എടുക്കുന്നതെന്ന് ചോദിച്ചാൽ മോദി തന്നെയാണ് നടപടി എടുക്കുന്നത്. മോദിക്കോ പോൽ എന്നല്ല പറഞ്ഞത്. അപ്പൊ മോദി തന്നെയാണല്ലോ നടപടി എടുക്കേണ്ടത്. എന്തിനു വേണ്ടി പാകിസ്ഥാൻ സപ്പോർട്ടേഴ്സ് ആയ 40 പേരെയും അവരുടെ ഫാമിലിയെയും ഇന്ത്യ തീറ്റിപ്പോറ്റണം? 10 ദിവസം സമയം തരും, ഇറങ്ങിക്കോണം, വെട്ടിയും പക്കോണം കൊടുത്ത് എന്നാ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അതായത് 10 ദിവസത്തിനുള്ളിൽ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് പോയിക്കൊള്ളുക. ഇന്ത്യയിൽ ഇനി നിങ്ങൾക്ക് ഇടമില്ല. ശരിയല്ലേ? 10 എന്നുള്ളതൊന്ന് 11 ആയാൽ പണി പാളും എന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കഴുത്തിന് പിടിച്ച് പുറത്താക്കി തന്നെയല്ലേ പറയേണ്ടത്. അല്ലെങ്കിലും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന അതിപ്പോ ഏത് ലോക പ്രതിനിധി ആണെങ്കിലും നമ്മുടെ നാട്ടിൽ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ സർക്കാരിന് ഒരു ഒറ്റ നിലപാടേ ഉള്ളൂ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം, അത് യുദ്ധമായാലും സമാധാനമായാലും പുറത്തുനിന്ന് വേറൊരാൾ വന്ന് അതിലിടപെടേണ്ട ആവശ്യമൊന്നുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്, രാഹുൽ ഗാന്ധി വന്നുകൊണ്ട് നരേന്ദർ സറണ്ടർ എന്ന് ട്രംപ് പറഞ്ഞപ്പോ ഉടനെ നരേന്ദ്രമോദി ആയുധം വെച്ച് കീഴടങ്ങി യുദ്ധം നിർത്തിയെന്ന്. ട്രംപ് പറഞ്ഞതുകൊണ്ടാണോ യുദ്ധം നിർത്തിയത്? നമുക്ക് എല്ലാവർക്കും അറിയാം അത് അങ്ങനെയല്ല. ട്രംപ് എന്ന് പറയുന്ന വ്യക്തി നമുക്കൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെ ഈ ഭയങ്കര ആവേശക്കാരനായിട്ടുള്ള ഒരു കൂട്ടുകാരൻ. അവന് രഹസ്യം സൂക്ഷിക്കാനുള്ള കഴിവൊന്നുമില്ല. ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് സ്വന്തമായിട്ട് ആളാവാൻ വേണ്ടി ഞാനാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളത് ഔട്ട് ചെയ്യും. ഈ പരിപാടിയായിരുന്നു ഇയാൾക്കുണ്ടായത്. വെടിനിർത്തൽ എന്ന് പറഞ്ഞൊരു സംഗതി, ശരി, ഇന്ത്യ വെടി നിർത്തുവാണ്, ഈ യുദ്ധം ചെയ്യുന്നില്ല, ഓപ്പറേഷൻ സിന്ദൂർ സ്റ്റോപ്പ് ചെയ്യുവാണ്, അവിടെ നിന്ന് ഇങ്ങോട്ടൊരു വെടി വന്നാൽ ഇനി നിർത്തുമെന്ന് പറഞ്ഞ് നിർത്തിയെടുത്ത് വേഗം വന്നെല്ലാം ഇനി ഒരു പരിപാടിയൊന്നുമില്ല, എല്ലാം സെറ്റപ്പായി, എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ് ആക്കി എന്ന് പറഞ്ഞത് ട്രംപ് ആണെങ്കിലും ഇന്നേ നിമിഷം വരെ ട്രംപ് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് മോദിജി പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂർ തുടരുകയും ചെയ്തു. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ആണവായുധത്തിന്റെ ഒരു പ്രശ്നം വന്നപ്പോ അതുകൊണ്ട് മാത്രമാണ് ഇന്ത്യൻ സൈന്യം പിൻവാങ്ങിയത്.
അതിൽ ആ സൈനിക മേധാവികൾ അത് പറയുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പൊ ഈ ആണവായുധങ്ങൾ മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ അറിയാത്ത, സൂക്ഷിക്കാൻ അറിയാത്ത ആളുകളുടെ കയ്യിലാണ് ഇതിരിക്കണമെന്ന് കൂടി ആലോചിക്കണം. അതുകൊണ്ട് കൂടിയാണ് നിർത്തിയത്. അപ്പൊ എനിക്ക് മനസ്സിലാത്ത ഒരു കാര്യം, പ്രതിപക്ഷ നേതാവ് അടങ്ങുന്ന പ്രതിപക്ഷ പാർട്ടികൾക്ക് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്നായിരുന്നോ ചിന്ത? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി ചാകണം അല്ലെ? അതായിരുന്നു വേണ്ടത്. അപ്പൊ നിങ്ങൾ അന്ന് പറഞ്ഞത് നിങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും വിഭജിച്ചത് സമാധാനം പുലരാൻ വേണ്ടിയാണ്. ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ സമാധാനം എന്നൊരു സാധനം ഞങ്ങൾക്കുണ്ടോ? നന്മയ്ക്ക് വേണ്ടി ചെയ്തതാണെന്ന് പറയുന്നു, നന്മയല്ല സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ തിരുത്തി പറയുന്നുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോഴും കുറ്റം മോദിക്കല്ലേ. ഈ പറയുന്ന 40 പേരുടെ സംഘം ഇത്ര വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. എത്ര വർഷമായി? 1947 സ്വാതന്ത്ര്യം കിട്ടി ആ സമയത്ത് വന്ന് കയറിയ ആൾക്കാരാണ്. എത്ര വർഷമായെന്ന് ആലോചിച്ച് നോക്കുക. ഇന്ത്യനെ തുറന്ന് ഇന്ത്യക്കിട്ട് പണിയും തന്നു ഇവരിയ്ക്കുന്നത്. എത്ര സർക്കാരുകൾ മാറി വന്നു, ആരും ഒന്നും ചെയ്തില്ലല്ലോ. ഇതിപ്പോ നെഹ്റു ആക്കി വെച്ചതാണെന്ന് പറയുമ്പോൾ ഉടനെ പറയും, ഓ നെഹ്റുവിനാ കുറ്റം. കുറ്റം ചെയ്ത ആൾക്കാരെ പിന്നെ പറയണ്ടേ? പറയുന്നത് തെറ്റാണെങ്കിൽ ചെയ്തത് തെറ്റല്ലേ? എന്തായാലും ഇന്ത്യക്ക് അകത്ത് നിന്നുകൊണ്ട് പണിയെടുക്കുന്ന കുറെ ആളുകളെ കാണുന്നുണ്ട് എന്നതിനുള്ള സൂചനയും കൂടിയാണിത്. എന്തായാലും യുണൈറ്റഡ് നേഷൻസിലുള്ള ആളുകളോട് തിരിച്ച് വിട്ടോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയും കുറെ ആളുകളെ ഇവിടെ ശരിപ്പെടുത്താനുണ്ട് എന്ന് നിങ്ങൾക്കും തോന്നുന്നില്ലേ? എന്റെ ഒരു അഭിപ്രായത്തിൽ സോഷ്യൽ മീഡിയയിൽ ഫേക്ക് ഐഡികൾ അനുവദിക്കരുത്. അവനവന്റെ ID പ്രൂഫ് വെച്ച് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാൻ അനുവാദം നൽകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബിസിനസ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത് വേറെ, അതിനെന്തെങ്കിലും മാനദണ്ഡം ഉണ്ടാക്കണം. കാരണം മുഖം പുറത്തറിയില്ല എന്നൊരു ഉറപ്പില് വായി തോന്നുന്നത് പറയുന്ന ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. മാനസികമായി വിഷമിപ്പിക്കുന്നത് പോരാതെ ലീഗലി തെറ്റായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഈ രാജ്യത്തിനെതിരെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ വരെ. അതേപോലെ ഫേക്ക് ആയിട്ട്, അതായത് സുഡാപ്പി ആയിരിക്കും സംഖ്യയുടെ പ്രൊഫൈലായിരിക്കും, സംഖ്യ ആയിരിക്കും സുഡാപ്പിയുടെ പ്രൊഫൈലായിരിക്കും, നേരെ തിരിച്ചുമാകും. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് സ്പർദ്ധ വളർത്തുന്നത് എല്ലാം ഈ ഫേക്ക് ഐഡികളാണ്. ആദ്യം കേന്ദ്ര സർക്കാർ നൽകേണ്ടത് ആളുകൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അത് വെരിഫൈഡ് പേഴ്സൺസ് ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക ഉള്ളതാണ്. സ്ത്രീ സുരക്ഷയ്ക്കാണെങ്കിലും പുരുഷ സുരക്ഷയ്ക്കാണെങ്കിലും മുന്നോട്ടുള്ള ഭാവിയുടെ സുരക്ഷയ്ക്കാണെങ്കിലും അത് വളരെ നല്ലൊരു തീരുമാനമായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? രസം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് ഇന്ത്യയുടെ ചെലവില് ആഡംബര ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഈ ഉദ്യോഗസ്ഥർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു പണി മോദിജി കൊടുക്കുമെന്ന്. ഇന്ത്യയിൽ നിന്ന് ഇറങ്ങിക്കോ, 10 ദിവസത്തിനുള്ളിൽ വിട്ടോ എന്ന രീതിയിൽ പറയുന്നു. ഉടനെ ഇവര് പ്രധാനമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് മോദിജിയുടെ കാൽക്കൽ പോയി വീണു എന്ന നിലയിലാണ് ശരിക്കും പറഞ്ഞ റിപ്പോർട്ട് വരുന്നത്. ഞങ്ങൾക്ക് ഒരു അവസരം കൂടി തരൂ, ഒന്ന് തുടരാൻ അനുവദിക്കൂ, ഒരിക്കൽ കൂടി നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ രാജ്യത്തിന്റെ സ്വത്തുക്കൾ അനുഭവിച്ചുകൊണ്ട് രാജ്യത്തിനിട്ട് പാര പണിയുന്ന ആൾക്കാരുമായിട്ട് ഇനി യാതൊരു രീതിയിലുള്ള ചർച്ചയ്ക്കോ സന്ധി സംഭാഷണത്തിനോ ഇല്ലെന്നും ഈ തീരുമാനം അന്തിമമാണെന്നും ഇറങ്ങിക്കോണമെന്ന് പറഞ്ഞാൽ 10 ദിവസത്തിനുള്ളിലെ ഇടം കാലിയാക്കിക്കൊള്ളണമെന്നും മോദിജി കർശനമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ചാച്ചാജി നെഹ്റു എടുത്തു വെച്ച് തന്ന ഒരു തലവേദന കൂടി മോദി ഇന്ത്യയുടെ തലേന്ന് ഒഴിവാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻസിന്റെ കാര്യം മറക്കണ്ട, അഡ്വർടൈസ്മെന്റിന്റെ കാര്യം മറക്കണ്ട. എന്ത് വാർത്തകൾ ഉണ്ടെങ്കിലും എനിക്ക് വാട്സ്ആപ്പ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും വാട്സ്ആപ്പ് ചെയ്യുക. ദയവേത് കോൾ വിളിക്കരുത്. മെസ്സേജിലൂടെ നമുക്ക് ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രം സംസാരിക്കാം, അല്ലെങ്കിൽ അവർക്ക് മാത്രം റിപ്ലൈ കൊടുക്കാന്ന് വിചാരിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുക എന്ന് എടുത്തെടുത്ത് പറയുന്നത്. അപ്പൊ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.